കഴിഞ്ഞ തവണ LDFിന്റെ കോട്ടയായ ആലത്തൂർ UDFിലെ രമ്യ ഹരിദാസിനെ വെച്ചുകൊണ്ടാണ് പിടിച്ചെടുത്തത്. എന്തായാലും ഇത്തവണയും മണ്ഡലം നിലനിർത്താൻ വേണ്ടി UDF രംഗത്തിറക്കിയിരിക്കുന്ന രമ്യ ഹരിദാസൻ തന്നെയാണ്. ഏതുവിധേനെങ്കിലും തങ്ങളുടെ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കെ രാധാകൃഷ്ണനെയാണ് LDF രംഗത്തിറക്കിയിരിക്കുന്നത്. NDAയുടെ സ്ഥാനാർത്ഥിയാവട്ടെ ഡോക്ടർ സരസു ടീച്ചറാണ്. ശക്തമായ ഒരു ത്രികോണ മത്സരം തന്നെയാണ് ആലത്തൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആലത്തൂർ മണ്ഡലങ്ങളിലെ വിശേഷങ്ങളിലേക്ക് നമുക്കിനി പോകാം. ആലത്തൂർ മണ്ഡലത്തിൽ വാശിയേറിയ പോരാട്ടമാണ് ഇത്തവണ നടക്കുന്നത്. രമ്യ ഹരിദാസിലൂടെ UDF കഴിഞ്ഞ തവണ അട്ടിമറി ജയം സ്വന്തമാക്കിയ മണ്ഡലത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മന്ത്രി കെ രാധാകൃഷ്ണനും NDA സ്ഥാനാർത്ഥിയായി വിക്ടോറിയ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ TN സരസുവും എത്തിയതോടെയാണ് മണ്ഡലത്തിൽ പോരാട്ടം കടുത്തിരിക്കുന്നത്. ആലത്തൂർ മണ്ഡലത്തിലെ വിശേഷങ്ങൾ കാണാം. ആലത്തൂർ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന പാലക്കാട് ജില്ലയിലെ മീനാക്ഷിപുരം മുതൽ തൃശൂർ ജില്ലയിലെ കുന്നംകുളം വരെ നീണ്ടുകിടക്കുന്ന മണ്ഡലം. വേലയും വെടിയും പൂരവുമെല്ലാം ആവേശം തീർക്കുന്ന മണ്ണ്. കൃഷി പ്രധാന ഉപജീവന മാർഗമായി കഴിയുന്ന ജനങ്ങൾ. രൂപീകരിച്ചതു മുതൽ ഇടതുപക്ഷത്തിനൊപ്പം മാത്രം നിന്നിട്ടുള്ള മണ്ഡലം ചരിത്രത്തിൽ ആദ്യമായി കഴിഞ്ഞ തവണയാണ് UDFിനൊപ്പം നിന്നത്. ആകെ 2 ജില്ലകളിലായി നിലകൊള്ളുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 7ഇടത്തും LDF. പേരിന് പോലും ഒരിടത്തും UDF സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. എന്നിട്ടും കഴിഞ്ഞ തവണ അട്ടിമറി വിജയം ഉണ്ടായി. എന്നാൽ 5 വർഷങ്ങൾക്കിപ്പുറം മണ്ഡലത്തിലെ രാഷ്ട്രീയ സാഹചര്യം വ്യത്യസ്തമാണ്. സിറ്റിംഗ് MP രമ്യ ഹരിദാസിനെ തന്നെ രംഗത്തിറക്കി മണ്ഡലം നിലനിർത്തുക എന്നതാണ് UDFിന്റെ ലക്ഷ്യം. കഴിഞ്ഞ തവണ ശബരിമല വിഷയം, രാഹുൽ ഫാക്ടർ, സ്ഥാനാർത്ഥിയോടുള്ള അടുപ്പം എന്നിവയും മുൻ MP PK ബിജുവിനോടുള്ള എതിർപ്പുമായിരുന്നു മണ്ഡലത്തിൽ വിജയിക്കാൻ രമ്യയ്ക്ക് ഗുണമായത്. എന്നാൽ ഇത്തരം ഫാക്ടറുകൾ ഒന്നും തന്നെ ഇത്തവണ ഇല്ല. മാത്രമല്ല, പാർലമെന്റിലെ രമ്യയുടെ പ്രകടനത്തെ ഉൾപ്പെടെ ജനങ്ങൾ നിശിതമായി വിമർശിക്കുന്നുണ്ട്. പാട്ടുപാടി കഴിഞ്ഞ തവണ രമ്യ ജനങ്ങളെ പാട്ടിലാക്കിയെങ്കിലും ഇത്തവണ പാട്ടിന് പിന്തുണ നന്നേ കുറവാണ്. മണ്ഡലത്തിന്റെ വികസനത്തിന് കാര്യമായി ഒന്നും MP ചെയ്തില്ല എന്ന വിമർശനവും ഉണ്ട്. മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നുള്ളതാണ് ഇത്തവണ LDFിന്റെ ലക്ഷ്യം. അതിനായി ചേലക്കര MLAയും മന്ത്രിയുമായ കെ രാധാകൃഷ്ണനെയാണ് LDF രംഗത്തിറക്കിയിരിക്കുന്നത്. PK ബിജുവിൽ പിഴച്ചത് രാധാകൃഷ്ണനിലൂടെ തിരുത്തുക എന്നുള്ളതാണ് LDFിന്റെ ഉദ്ദേശം. കാർഷിക മണ്ഡലത്തിൽ നെല്ലിന്റെ താങ്ങുവില കേന്ദ്രം കൂട്ടിയപ്പോൾ സംസ്ഥാനം വെട്ടിക്കുറച്ചത്, നെല്ല് സംഭരണത്തിലെ പ്രതിസന്ധികൾ, സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധികൾ തുടങ്ങിയവയൊന്നും ചർച്ചയാവാതിരിക്കാൻ ഇടതുപക്ഷം ശ്രദ്ധിക്കുന്നുണ്ട്. പകരം CAA, രാജ്യത്തിന്റെ നിലനിൽപ്പ് എന്നിവ പറഞ്ഞാണ് വോട്ട് തേടുന്നത്. CPM സൈബർ ഇടങ്ങളിൽ രമ്യ ഹരിദാസിനെതിരെയുള്ള പ്രചാരണങ്ങൾ കൊഴുക്കുന്നുണ്ടെങ്കിലും സ്ഥാനാർത്ഥിയും മറ്റും പ്രാദേശിക വിഷയങ്ങൾ കൂടുതലായി ഉന്നയിക്കുന്നുമില്ല. കഴിഞ്ഞ തവണ BDJSന് നൽകിയ മണ്ഡലം BJP തിരിച്ചെടുത്തതോടെ ഇത്തവണ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് NDA മത്സര രംഗത്ത് ഇറക്കിയിരിക്കുന്നത്. വിക്ടോറിയ കോളേജിൽ SFIയുടെ അക്രമ രാഷ്ട്രീയത്തിനിരയായ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ TN സരസു. മറ്റു 2 സ്ഥാനാർത്ഥികളിൽ നിന്ന് വ്യത്യസ്തമായി മികച്ച വിദ്യാഭ്യാസ യോഗ്യതയുണ്ട് എന്നതാണ് പ്രൊഫസർ സരസുവിൻ്റെ പ്രത്യേകത. മാത്രമല്ല, സരസുവിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്നും വന്ന സരസു ഇടത് അധ്യാപക സംഘടനയിൽ ഉൾപ്പെടെ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ 2019 ഇടതുപക്ഷത്തിന്റെ അക്രമ രാഷ്ട്രീയത്തിൽ മനം മടുത്തും നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടയായും BJPയിൽ ചേർന്നത്. സരസുവിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ആലത്തൂരിൽ പുതിയ ഒരു ചരിത്രം സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ് NDAയുടെ ഉദ്ദേശം. സ്ഥാനാർത്ഥിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിൽ ഫോണിൽ ബന്ധപ്പെട്ടത് വലിയ വാർത്തകൾക്ക് വഴിവെച്ചിരുന്നു. Professor Sarsuji, namaskaram. Sukhamano. Sugam tanne. Sarsuji, I would like to tell you that I will take the legal advice
and whatever property the ED will attach, and the money are involved of the common man's money, I will see that each and every paisa should return to the person concerned. And that we will do that. So on behalf of me, you can promise them that whatever property attached by the ED, that money will be returned to the people, those who have invested in the bank. So Professor Sarsuji, you have done so much work among the youth in Kerala. What will be your plan after becoming a member of parliament? മൂന്ന് മുന്നണികളും വീറും വാശിയുമേറിയ പോരാട്ടം നടത്തുമ്പോൾ ആലത്തൂരിൽ ഇത്തവണയും അത്ഭുതങ്ങൾ സംഭവിക്കാം. കാരണം ഒരിടത്തേക്ക് മാത്രം ചായുന്നവരല്ല തങ്ങളെന്ന് കഴിഞ്ഞ തവണ തെളിയിച്ചവരാണ് മണ്ഡലത്തിലെ ജനങ്ങൾ. സംവരണ മണ്ഡലമായ ആലത്തൂരിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും മൂന്ന് മുന്നണികളുടെയും മുന്നിലില്ല. അതിൽ ജനങ്ങൾ ഇത്തവണ ആർക്കൊപ്പം നിൽക്കുമെന്ന് കാത്തിരുന്ന് കാണാം.